നമസ്കാരം, തേടേ ന്യൂസിലേക്ക് സ്വാഗതം. ബ്രെയിൻ ട്യൂമറിനെ അതിജീവിച്ച് തലയിൽ 50-ലധികം സ്റ്റിച്ചുകളുമായി ജീവിക്കുന്ന മലയാള നടൻ. പലർക്കും അത്ഭുതവും പ്രചോദനവുമാണ് ഈ താരത്തിന്റെ ജീവിതം. മലയാളികൾക്ക് സുപരിചിതനായ നടനാണ് ആൻസൺ പോൾ. 2013 പുറത്തിറങ്ങിയ കിക്കു എന്ന ചിത്രത്തിലൂടെയാണ് ആൻസൺ അരങ്ങേറിയത്. പിന്നീട് സുധി വാൽമീകം, ഊഴം, ആട് 2 തുടങ്ങി നിരവധി സിനിമകളിൽ ആൻസൺ അഭിനയിച്ചു. മലയാളത്തിന് പുറമെ തമിഴിലും അഭിനയിച്ചിട്ടുണ്ട്. ബാഡ് ബോയ്സ് ആണ് ഒടുവിൽ അഭിനയിച്ച് പുറത്തിറങ്ങിയ സിനിമ. ഉണ്ണിമുകുന്ദൻ നായകനാകുന്ന മാർക്കോ എന്ന ചിത്രത്തിലും ശ്രദ്ധേയമായൊരു കഥാപാത്രത്തെ ആൻസൺ അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ആൻസനെ കുറിച്ചുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. ആൻസന്റെ ജീവിതത്തിലെ അധികമാർക്കും അറിയാത്തൊരു പോരാട്ടത്തെക്കുറിച്ച് RJ ഷെറിൻ തോമസ് പങ്കുവച്ച വീഡിയോ ആണ് ശ്രദ്ധ നേടുന്നത്. ബ്രെയിൻ ട്യൂമറിനോട് പൊരുതി മരണത്തെ മുഖാമുഖം കണ്ട് തിരിച്ചെത്തിയ ആളാണ് ആൻസൺ എന്ന് ഷെറിൻ പറയുന്നു. എത്ര പേർക്കറിയാം ബ്രെയിൻ ട്യൂമറിനെ അതിജീവിച്ച തലയിൽ 50-ലധികം സ്റ്റിച്ചുള്ള ഒരു യുവനടൻ മലയാളത്തിലുണ്ടെന്ന്. മരണത്തെ മുഖാമുഖം കണ്ടു തിരിച്ചു വന്ന ആ നടന്റെ പേരാണ് ആൻസൺ പോൾ. മിക്ക എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെയും പോലെ താല്പര്യമില്ലാതെ എഞ്ചിനീയറിംഗ് പഠിക്കുകയായിരുന്നു ആൻസൺ പോൾ. സിനിമയായിരുന്നു ആഗ്രഹമെങ്കിലും വീട്ടുകാരുടെ എതിർപ്പ് കാരണമാണ് പഠിത്തം തുടർന്നത്. ആ സമയത്താണ് ട്യൂമർ കണ്ടെത്തുന്നതും. തുടർന്ന് ഒരുപാട് ചികിത്സയ്ക്കും സർജറിക്കും ഒടുവിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആൻസനോട് വീട്ടുകാർ എന്താണോ തൻ്റെ സ്വപ്നം അത് ഫോളോ ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ മലയാളത്തിലും തമിഴിലുമായി ഒട്ടനവധി വലുതും ചെറുതുമായ വേഷങ്ങൾ ചെയ്ത് തിരക്കുള്ള നടനായി മാറിയിരിക്കുകയാണ് ആൻസൺ. ഇങ്ങനെയായിരുന്നു ഷെറിൻ്റെ വാക്കുകൾ. ഇനി ആൻസണെ നിങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും. നെറ്റിയുടെ സൈഡിലുള്ള ഒരു പാട് മരണത്തോടുള്ള പോരാട്ടത്തിന്റെ അടയാളമാണത്. ആൻസൺ പോൾ മലയാളത്തിലെ ശ്രദ്ധിക്കപ്പെടുന്ന നടന്മാരിൽ ഒരാളാകുമെന്ന് ഉറപ്പാണ്. കാരണം അയാളെ വിധിക്ക് തോൽപ്പിക്കാൻ കഴിയില്ല. കണ്ണാടിയിൽ അയാളൊന്ന് സ്വയം നോക്കിയാൽ മതി ഇൻസ്പിറേഷൻ കിട്ടാനെന്നും ആഷിഖ് പറയുന്നു. നടി കീർത്തി സുരേഷിന്റെ കാമുകനായ ആന്റണി തന്റെ ബന്ധുവാണെന്ന് ദിവസങ്ങൾക്ക് മുൻപ് ആൻസൺ പങ്കുവച്ചിരുന്നു. താൻ അഭിനയിച്ച ശിവകാർത്തികേയൻ ചിത്രം റെമോയുടെ സമയത്ത് തന്നെ കീർത്തിയുടെ പ്രണയം എനിക്ക് അറിയാമായിരുന്നു. എന്റെ ബന്ധുവാണ് കീർത്തിയുടെ വരൻ ആന്റണി എന്നാണ് ആൻസൺ പറഞ്ഞത്. തമിഴിലെ ആൻസന്റെ ആദ്യ ചിത്രമാണ് റെമോ.